ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ടെൻസിന്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നിങ്ങൾ ചില സെന്റൻസസിനകത്ത് ഹാവ് ബീൻ, ഹാസ് ബീൻ എന്നൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണ്, മീനിങ്ങിൽ എന്താണ് മാറ്റം വരുന്നത് എന്ന് കൺഫ്യൂസ്ഡ് ആയി പോകാറില്ലേ? അതിനെക്കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് നമ്മൾ സബ്ജക്റ്റ് ഇല്ലേ, നമ്മൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അവനെ കുറിച്ചാണെങ്കിൽ ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്, അവളെ കുറിച്ചുള്ളതാണെങ്കിൽ ഷീ. ഇപ്പൊ രഘുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ രഘു ആണ് സബ്ജക്റ്റ് അവിടെ. അപ്പൊ ഈ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കണം. അതിന്റെ കൂടെ നമ്മൾ ബീൻ എന്ന് ചേർക്കും. അതിൻ്റെയും കൂടെ നമ്മൾ ing ചേർക്കും. ഈ ഒരു ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. കണ്ടോ? ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. ഇങ്ങനെയാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു ഫോം എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്? ഐ ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോരെ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് എവിടെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ എടുത്തത്? ഹാവ് ആണ്. എപ്പോഴാണ് ഹാസും ഹാവും എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അത് നമുക്ക് ആദ്യം പഠിക്കാം. ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ എന്തെങ്കിലും സിംഗുലർ ഒക്കെ വരുന്ന സമയത്ത്, ഇറ്റ് എന്നൊക്കെ വരുമ്പോൾ ഏകവചനല്ലേ, അപ്പൊ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹി ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ. ഇപ്പൊ ഇവിടെ ഒരു സിംഗുലർ ആയിട്ട് ഞാനിപ്പോ ദിന എന്ന് എടുത്തു. ദിന ഹാസ് ബീൻ, ഇറ്റ് ഹാസ് ബീൻ എന്നാണ് നമ്മൾ പറയാ. ക്ലിയർ? അപ്പൊ ഹാവ് എവിടെ യൂസ് ചെയ്യുന്നത്? ഹാവ് നമ്മൾ യൂസ് ചെയ്തത് ഐ, യു, ദേ, വി, അതുപോലെ പ്ലൂറിലൊക്കെ വരുമ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ക്ലിയർ? ഇവിടെ ഐ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ബീൻ എന്നുള്ളത് യൂസ് ചെയ്തത്. കണ്ടോ? ഐക്ക് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. നിൽക്കട്ടെ, ഇനി ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി പാസ്റ്റിലേ സ്റ്റാർട്ട് ചെയ്തു. ഇത് പാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയ ഏതോ ഒരു കാലത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് പോയി പ്രസന്റ് ആയി. പക്ഷെ പ്രസന്റിലും ആ പ്രവൃത്തി നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. പറഞ്ഞുതരാം. ഞാൻ ഇന്ന് രാവിലെ മുതൽ എഴുതുകയാണ് എന്ന് എനിക്ക് പറയണം. അപ്പൊ രാവിലെ എന്നുള്ളത് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ? ഞാൻ രാവിലെ എഴുതാൻ തുടങ്ങി, ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാം ഞാൻ രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറഞ്ഞൂടെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി തുടങ്ങിയൊരു കാര്യം അപ്പം തുടങ്ങിയിട്ട് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി രാവിലെ തുടങ്ങിയപ്പോൾ എനിക്ക് എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ റീഡിങ്. ഞാൻ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് രാവിലെ മുതൽ എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാം? സിൻസ് മോർണിംഗ്. കണ്ടോ? ഓക്കെ. ഇനി ഞാൻ ഇന്നലെ മുതൽ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇന്നലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മളടുത്ത് ഒരാൾ വരാന്ന് പറഞ്ഞു, അയാൾ വന്നിട്ടില്ല, ഇപ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയാം അവരെ വിളിച്ചിട്ട്? ഞാനിതേ ഇന്നലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അല്ലേ? എങ്ങനെ പറയാം? നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഇന്നലെ മുതൽ, സിൻസ് യെസ്റ്റർഡേ. കണ്ടോ?
ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് യെസ്റ്റർഡേ. ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും, ഐ ഹാവ് ബീൻ റീഡിങ്, ഞാൻ ഇന്നലെ മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന് പകരം ഐ ആം റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മാറ്റം? ഐ ആം റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെൻസ് വേറെയാണ്. അപ്പം ഇതിലെ മാറ്റം എന്താന്ന് വെച്ചാൽ ഐ ആം റീഡിംഗ് എന്ന് വെച്ചാൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നൊന്നും അർത്ഥം വരുന്നില്ല. ഐ ആം റീഡിംഗ് എന്ന് വെച്ചാൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഐ ഹാവ് ബീൻ റീഡിംഗ് എന്ന് വെച്ചാൽ ഞാൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള മീനിങ് കൺവേഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. അതിനു മുമ്പ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് ആണ്. ഈ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മുമ്പേ പാസ്റ്റിലെ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പം മഴ ഓൾറെഡി പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കും, ബീൻ ഉപയോഗിക്കും, വെർബിന് ING കൊടുക്കും. ഓക്കെ, കണ്ടോ, റീഡിങ്, റൈറ്റിംഗ്, ING കൊടുത്തില്ലേ. ഹാസ് നമ്മൾ ഉപയോഗിക്കുക സബ്ജക്റ്റ് ഇങ്ങനത്തെ സിംഗുലർ ഏകവചനം വരുമ്പോഴാണ്. ഹാവ് നമ്മൾ ഉപയോഗിക്കുക ഇതുപോലെ ബഹുവചനങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ്. സോ പാസ്റ്റിൽ തുടങ്ങി പക്ഷെ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഞാൻ നിങ്ങളെ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ടീച്ചിങ് യു സിൻസ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല അല്ലേ, കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. നമ്മൾ ഇനി കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതായി നോക്കാം. 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? 2 ദിവസം മുന്നേ മഴ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്? മഴ പെയ്യുമ്പോൾ നമ്മൾ ഇറ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാറുള്ളത്. റെയിൻ, റെയിനിങ് ആണ് എന്ന് നമ്മൾ പറയാറില്ല. അപ്പൊ ഇറ്റ് നമ്മൾ ഉപയോഗിച്ചു. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ബീൻ ഉപയോഗിച്ചു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഇത്ര പറയുമ്പോൾ എന്താണ്? മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് 2 ദിവസമായിട്ട്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് for the past 2 days. കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ for the past 2 days. നമുക്ക് for 2 days എന്നും പറയാം. കണ്ടോ, ഇനി രാവിലെ മുതൽ പെൺകുട്ടി അവളുടെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി കാത്തു നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് കാത്തു നിന്ന് കഴിഞ്ഞോ? ഇല്ല, ഇപ്പോഴും കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ അല്ലെ. രാവിലെ തുടങ്ങിയ കാര്യമാണ്, പക്ഷെ ഇപ്പോഴും കാത്തു നിന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? പെൺകുട്ടിയാണല്ലേ. അപ്പൊ the girl സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ബീൻ തന്നെ ആഡ് ചെയ്യുന്നത്. the girl has been waiting. ആർക്ക് വേണ്ടിയിട്ടാ? അവളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട്. അപ്പോ for her friend. ഇതിന്റെ അർത്ഥം പെൺകുട്ടി അവളുടെ സുഹൃത്തിന് വേണ്ടി കാത്തു നിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. the girl has been waiting for her friend. എപ്പോ മുതലാ? രാവിലെ മുതലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? since morning, രാവിലെ മുതൽ. സിമ്പിൾ അല്ലേ? ഇനി നോക്കാം. കുറെ നേരമായി അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയും? ഹി, അവൻ. ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ. എപ്പോ? കുറെ നേരമായിട്ട്. For
for a long time. For a long time. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മുമ്പ് തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർ ഇന്നലെ മുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ പോർഷൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസും ഡൗട്ട്സും ബാക്കിയുണ്ടെങ്കിൽ അതും അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്